കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ ആ ജിങ്ക എന്തു ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. അയ്യോ സർ, സർ, അയ്യോ സർ, രസത്തിന് ജയദേവ, ഓള് കുട്ടിയല്ലേ, സാരമില്ല. ഞാൻ മാപ്പി വയ്ക്കുന്നു. ൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. മലിനമാക്കി, പങ്കിലമാക്കി, എന്റെ ഉള്ളം നീ അശുദ്ധമാക്കി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറില്ല 2 ദിവസമായിട്ട്. കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തവലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റോ ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിനകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ? എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സമ്മതിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്? ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും? എനിക്കറിയാം, എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ. പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോ, ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. 2 വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പ് അല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെപ്പോ വന്നു?
ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിരടാ കളിക്കിനെ പന്നി. നിർത്തടാ നിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ. വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് വെട്ടിപ്പെട്ടി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട്. പ്രാർത്ഥനയുടെ പില്ലെന്ന് കൂട്ടിക്കോളൂ. അറിയാം, ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുതർക്കം മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്. അകത്തളത്തിനും അപ്പുറത്തു നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രക്കുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ വ്യത്യാസമില്ല എന്ന്. ദേവപ്രശ്നത്തിൽ കുളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പറഞ്ഞത് ആഞ്ഞിലിമഠം തന്ത്രിയുമാവുമ്പോ അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേഴത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്. കല്ലെഴുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുന്നുള്ളൂ. പമ്പ് സെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്ന് അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായേ. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടരും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്ന് ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ? ഒപ്പിടാ. കുട്ടി സത്യമുള്ള കുള ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ് വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്. ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കും അല്ലടാ.